ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഭക്തജന സംഗമത്തിന് വേദിയൊരുക്കുന്ന ചക്കുളത്തുകാവിൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. നാളെയാണ് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ചക്കുളത്തുകാവ് പൊങ്കാല. കൈകളിൽ പൂജാദ്രവ്യങ്ങളും നാവിൽ ദേവീ സ്തുതികളുമൊക്കെയായി സ്ത്രീകൾ അണമുറിയാതെ എത്തുമ്പോൾ ചക്കുളത്തുകാവും പരിസരവും കാർത്തിക പൊങ്കാലയുടെ പുണ്യം നുകരുകയാണ്. ക്ഷേത്രത്തിന് സമീപമുള്ള പ്രധാന റോഡുകളിലെല്ലാം പൊങ്കാല അർപ്പിക്കുന്നതിനായി ഭക്തർ ഇടം പിടിച്ചു തുടങ്ങി. പൊങ്കാലയ്ക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളെ വരവേൽക്കുന്നതിനും പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിനും വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചും ഹരിതചട്ടങ്ങൾ പാലിച്ചുമാണ് പൊങ്കാലയുടെ ക്രമീകരണങ്ങൾ. ക്ഷേത്രത്തിൽ പ്രത്യേകം ക്യൂ കോംപ്ലക്സുകൾ, ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ, സൗജന്യ ഭക്ഷണ വിതരണം, ചികിത്സ, ആംബുലൻസ് സൗകര്യം തുടങ്ങിയവയും സജ്ജമാക്കിയിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് വേണ്ടുന്നതായ പ്രാഥമികമായ സൗകര്യങ്ങളും അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും പൊങ്കാലയുടെ നടത്തിപ്പിന് ആവശ്യമായ കുടിവെള്ളത്തിനും അതുപോലെ തന്നെ റോഡ് സൗകര്യങ്ങളും ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളും തുടങ്ങി സർക്കാരും അർദ്ധ സർക്കാരും മറ്റു സന്നദ്ധ സേനകളും എല്ലാവരും ചേർന്ന് അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഏതാണ്ട് പൂർത്തീകരണമായി കഴിഞ്ഞിരിക്കുകയാണ്. പുണ്യം പെയ്യുന്ന കാർത്തിക നാളിൽ അമ്മയുടെ അനുഗ്രഹം തേടി ധന്യരാകാൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ മറുനാടുകളിൽ നിന്നും ഒട്ടനവധി ഭക്തരെത്തുന്നു. പുലർച്ചെ 4-ന് നിർമ്മാല്യ ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 9-ന് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി പകരുന്ന തിരിയിൽ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പ്രോജ്വലിപ്പിച്ചുകൊണ്ട് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം ഭദ്രദീപ പ്രകാശനം നടത്തും. ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ കാർമ്മിക നേതൃത്വത്തിൽ ട്രസ്റ്റിമാരായ രഞ്ജിത്ത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടക്കും. അമൃത ന്യൂസ്, ആലപ്പുഴ.